രണ്ടാമത്തെ തിയറിയാണ്, ഇവല്യൂഷൻ തിയറിയാണ് ഡാർവിനിസം. അതിൻ്റെ അത് സിദ്ധാന്തം ആവിഷ്കരിച്ച ആളാരാന്നൊക്കെ നിങ്ങൾക്കറിയാം, ചാൾസ് ഡാർവിൻ ആണ്. ചാൾസ് ഡാർവിൻ്റെ തിയറി ഇതിൽ നിന്ന് ഒട്ടും വ്യത്യാസമല്ലെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. പരീക്ഷയ്ക്ക് എഴുതാൻ വേണ്ടിയല്ല ഞാൻ പറയുന്നത്. ഇദ്ദേഹം പറഞ്ഞ അതേ കാര്യം തന്നെ ചാൾസ് ഡാർവിനും പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അദ്ദേഹം കുറച്ച് പേപ്പറുകളൊക്കെ സബ്മിറ്റ് ചെയ്തു, കുറച്ച് പ്രോജക്റ്റുകൾ, കുറച്ച് ഒബ്സർവേഷൻസ്, ഡാറ്റ അനാലിസിസ് ഒക്കെ നടത്തി ശാസ്ത്രീയമായ രീതിയിൽ അത് ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ. ഇപ്പോൾ ഈ ഡാർവിൻ്റെ തിയറിയാണ് ഇന്ന് ലോകം മുഴുവൻ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഡാർവിൻ്റെ തിയറിക്ക് പിന്നിലുള്ള ചില ഹിസ്റ്ററിയൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ചാൾസ് ഡാർവിൻ്റെ അദ്ദേഹം ഗാലപ്പഗോസ് എന്ന് പറയുന്ന ഒരു ദ്വീപിൽ ഒരു യാത്ര പോകാനായിട്ട് ഇടവന്നു. അദ്ദേഹം പോയ ആ വലിയ യാത്ര കുറേ വർഷങ്ങൾ നീണ്ടു നിന്ന ഒരു വലിയ എക്സ്പെഡീഷൻ ഉണ്ടായിരുന്നു. അത് ആ കപ്പലിൻ്റെ പേര് കൊടുത്തത് HMS ബീഗിൾ എന്ന് പറയുന്ന ഒരു ഷിപ്പിലാണ് പോയത്. അവർ ഗാലപ്പഗോസ് ദ്വീപിലെത്തി. അപ്പോൾ അവിടെ കണ്ട ജീവജാലങ്ങളെക്കുറിച്ചൊക്കെ ചാൾസ് ഡാർവിൻ പഠിക്കുവാനായിട്ട് ഇടവന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ അന്നേരം ഡാർവിന് ആ യാത്ര പോകുമ്പോൾ 22 വയസ്സാണുള്ളത്. പിന്നെ 7 വർഷം കഴിഞ്ഞിട്ടാണ് അദ്ദേഹം മടങ്ങി വന്നത് യാത്ര കഴിഞ്ഞപ്പോൾ. അദ്ദേഹത്തിന് 23-30 വയസ്സായി കാണണം. പിന്നെ അദ്ദേഹം ആ യാത്രകളിൽ നിന്ന് കിട്ടിയ എവിഡൻസുകളൊക്കെ ഉപയോഗിച്ച് അത് പഠിച്ച് ഒബ്സർവ് ചെയ്ത് അദ്ദേഹം ഒരു ബുക്ക് എഴുതി. ആ ബുക്കിൻ്റെ ഫേമസ് ബുക്കാണ് ഒറിജിൻ ഓഫ് സ്പീഷീസ് ബൈ മീൻസ് ഓഫ് നാച്ചുറൽ സെലക്ഷൻ. അദ്ദേഹത്തിന് അന്ന് 50 വയസ്സുള്ളപ്പോഴാണ് പുസ്തകം എഴുതുക. അപ്പോൾ ഇതിനകത്തും ചില കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. ഗാലപ്പഗോസ് ദ്വീപ്, HMS ബീഗിളും, ഒറിജിൻ ഓഫ് സ്പീഷീസ് ബൈ മീൻസ് ഓഫ് നാച്ചുറൽ സെലക്ഷൻ. അദ്ദേഹത്തിന് ഗാലപ്പഗോസ് ദ്വീപിലെ ഏറ്റവും കൂടുതലായിട്ട് ശ്രദ്ധിക്കപ്പെട്ട ജീവി എന്ന് പറയുന്നത് ഫിഞ്ച് പക്ഷികളായിരുന്നു. നിലക്കുരുവികൾ എന്ന് പറയും, ഫിഞ്ചസ് ഉണ്ടോ. ഈ ഗാലപ്പഗോസിലെ ഫിഞ്ച് പക്ഷികളിൽ നിന്നാണ് അദ്ദേഹം തൻ്റെ ഈ തിയറി, ഈ ഡാർവിനിസം എന്ന തിയറി ആവിഷ്കരിച്ചത്. ആ ഫിഞ്ച് പക്ഷികളെ നിങ്ങളിങ്ങനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇത് ആൻസിസ്റ്റർ ഫിഞ്ച്. ഈ ഫിഞ്ചിൽ നിന്നായിരിക്കാം ഈ ചുറ്റും കാണുന്ന പലതരത്തിലുള്ള ഫിഞ്ചുകളെല്ലാം രൂപപ്പെട്ടതെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ പണ്ട് കാലത്ത് ഈ ഒരൊറ്റ ഫിഞ്ചേ ഉണ്ടായിരുന്നുള്ളൂ, ആൻസിസ്റ്റർ ഫിഞ്ച് എന്നാണ് അതിനെ പറയുന്നത്. പക്ഷേ ഇന്ന് കാണുന്ന ഫിഞ്ചുകൾ അതിൻ്റെ ചുണ്ടിൽ നിന്ന്, അതിൻ്റെ ബീക്കാണ് ഇദ്ദേഹം നോക്കിയത്, അതിൻ്റെ ചുണ്ടുകളാണ് അദ്ദേഹം പരിണാമം നടന്നതായിട്ട്, ഇവല്യൂഷൻ നടന്നതായിട്ട് പറയാൻ വേണ്ടി അതിൻ്റെ ചുണ്ടുകളാണ് അദ്ദേഹം എടുത്തിരിക്കുന്നത്. കണ്ടോ, ഓരോന്നിൻ്റെ ചുണ്ടിന് എന്ത് വ്യത്യാസം വന്ന് നോക്കാം. ഇൻസെക്ടിവോറസ് ഫിഞ്ചിനെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഈ ചുണ്ടിൽ നിന്ന് വ്യത്യാസം വന്നു. കാരണം അത് ഇൻസെക്റ്റുകളെ തിന്നാൻ ആരംഭിച്ചതോടുകൂടി അതിനനുസരിച്ചുള്ള രീതിയിൽ അതിൻ്റെ ചുണ്ട് രൂപപ്പെട്ടു. അങ്ങനെ ചുണ്ട് വ്യത്യാസം വന്നു. വുഡ് പെക്കർ ഫിഞ്ചിൻ്റെ ചുണ്ട് നിങ്ങൾക്ക് കാണാം. അതുപോലെ മീഡിയം സൈസ്ഡ് ട്രീ ഫിഞ്ച് കാണാം. പിന്നെ ലാർജ് ഗ്രൗണ്ട് ഫിഞ്ച് കണ്ടോ, അത് വലിയ ഫ്രൂട്ട്സൊക്കെ തിന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അതിന് വലിയ വായു വേണമായിരുന്നു. അപ്പോൾ അതിൻ്റെ ബീക്ക് അങ്ങനെ ശരിയായി വന്നു. പിന്നെ സ്മോൾ ഗ്രൗണ്ട് ഫിഞ്ച്, ഇത് ചെറിയ കുരുമുളക് പോലെ വലിപ്പമുള്ള പഴങ്ങളൊക്കെ ആയിരിക്കും തിന്നു കാണുക. അപ്പോൾ അതിൻ്റെ ബീക്ക് അങ്ങനെ രൂപപ്പെട്ടു വന്നു. അപ്പോൾ ഇദ്ദേഹം പറയുന്നതും നമ്മുടെ ലാമാർക്ക് പറയുന്ന തിയറി പോലെ തന്നെയാണ് ഇദ്ദേഹവും പറഞ്ഞു വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താഴെ നോക്കിയാൽ ഇതിനെക്കുറിച്ചുള്ളൊരു വിസ്തീർണം കാണാം. ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ്, ഇവിടെയാണ് അത് ശ്രദ്ധിക്കേണ്ടത്. ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ദ ഫിഞ്ചസ് ഡാർവിൻ ഒബ്സർവ്ഡ് ഹാഡ് ബീക്സ് അഡാപ്റ്റഡ് ടു ദെയർ ഫീഡിങ് ഹാബിറ്റ്സ്. അവരെന്താണോ തിന്ന് ശീലിച്ചിരുന്നത് അതിനനുസരിച്ച്, ആ ഹാബിറ്റിനനുസരിച്ച് അതിൻ്റെ ബീക്കുകൾ പ്രത്യേക രീതിയിൽ അഡാപ്റ്റ് ചെയ്യപ്പെട്ടു. എന്ന് വെച്ചാൽ ആ ബീക്കുകൾക്ക് രൂപമാറ്റം വന്നു എന്നാണ് പറയുന്നത്. ഡാർവിൻ ആ സമയങ്ങളിൽ തന്നെ വേറൊരു പുസ്തകം വായിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ റോബർട്ട് മാൽത്യൂസ് എഴുതിയ ഒരു ടെക്സ്റ്റ് വായിച്ചിട്ടുണ്ട്. അതിനകത്തൊരു മാൽത്യൂസിയൻ തിയറി ഉണ്ട്. മാൽത്യൂസിയൻ തിയറി പറയുന്നത് എങ്ങനെയാണ്, റേറ്റ് ഓഫ് ഫുഡ് പ്രൊഡക്ഷൻ ഈസ് നോട്ട് പ്രൊപ്പോർഷണൽ ടു ദ ഗ്രോത്ത് ഓഫ് ഹ്യൂമൻ പോപ്പുലേഷൻ. ജനസംഖ്യ വർദ്ധിക്കുന്ന അത്രയും ആ അളവിൽ ഫുഡ് പ്രൊഡക്ഷൻ വർദ്ധിക്കുകയില്ല. ജനസംഖ്യ ഭയങ്കരമായിട്ട് പെരുകും പെട്ടെന്ന്, ഏതാനും വർഷങ്ങൾ കൊണ്ട് ഒത്തിരി എണ്ണം പെരുകും. പക്ഷേ ഭക്ഷണത്തിൻ്റെ ഉൽപ്പാദനം അത്രയ്ക്ക് വർദ്ധിക്കാനിടയില്ല. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, അപ്പോൾ സ്കേഴ്സിറ്റി ഓഫ് ഫുഡ് ഉണ്ടാവും, ഫുഡിന് ദൗർലഭ്യം ഉണ്ടാവും അല്ലേ. അപ്പോൾ പലതരത്തിലുള്ള ഭക്ഷണം ഇല്ലാത്തതുകൊണ്ടുള്ള അസുഖങ്ങൾ, ഡിസീസുകൾ, സ്റ്റാർവേഷൻ, പട്ടിണി, പിന്നെ ഫുഡിന് വേണ്ടിയുള്ള അടി ഒക്കെ ഉണ്ടാവും, സ്ട്രഗിൾ ഉണ്ടാവും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ജീവജാലങ്ങൾ തമ്മിൽ അല്ലേ. അപ്പോൾ ജീവജാലങ്ങളുടെ എണ്ണം പെരുകുന്നത് വളരെ വേഗത്തിലായിരിക്കും, ഫുഡ് അത്രയും പെരുകില്ല. അപ്പോൾ ജീവജാലങ്ങൾ തമ്മിൽ, മനുഷ്യരും ഓരോ ജീവികളും തമ്മിൽ പോരാട്ടം ഉണ്ടാവും, സ്ട്രഗിൾ ഉണ്ടാവും, പട്ടിണി ഉണ്ടാവും, ഡിസീസ് ഉണ്ടാവും എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് അവസാനം എന്ത് പറ്റും, കുറേ ജീവികളൊക്കെ നശിച്ചു പോകാനായിട്ട് ഇടവരും അല്ലേ. ഇതിൽ നിന്നാണ് ഈ ഒരു മാൽത്യൂസിയൻ തിയറിയുടെ വെളിച്ചത്തിലാണ് ഡാർവിൻ തൻ്റെ നാച്ചുറൽ സെലക്ഷൻ തിയറി ഫോം ചെയ്തെടുത്തത്. ഡാർവിൻ്റെ തിയറിയുടെ പേര് തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ. അപ്പോൾ ഡാർവിനിസം എന്ന് പറഞ്ഞാൽ
ഡാർവിൻ്റെ തിയറിക്ക് പൊതുവെ പറയുന്ന പേരാണ് നാച്ചുറലിസം എങ്കിലും അതിൻ്റെ ശരിക്കുള്ള പേര് തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ എന്നാണ്. അപ്പോൾ ഈ നാച്ചുറൽ സെലക്ഷൻ തിയറി എന്താണെന്നുള്ളത് ഇത് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം പറഞ്ഞ കാര്യം തന്നെ കണ്ടോ, ജീവജാലങ്ങളെല്ലാം ഓവർ പ്രൊഡക്ഷൻ നടത്തും. എന്ന് വെച്ചാൽ ഒരു ജീവി റീപ്രൊഡ്യൂസ് ചെയ്യുന്ന എന്തിനാ? അതിൻ്റെ തലമുറ നിലനിൽക്കാൻ വേണ്ടിയാണ്. പക്ഷേ ഓരോ ജീവികളും അവർക്ക് ആവശ്യമുള്ളതിലും കൂടുതൽ ജീവജാലങ്ങളെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്, അല്ലേ? ഇപ്പോൾ ഒരു പ്ലാവ് തന്നെയാണെങ്കിൽ തന്നെ അതിൻ്റെ തലമുറ നിലനിൽക്കണമെങ്കിൽ 10-15 പ്ലാവും തൈകൾ ഉണ്ടാക്കിയാൽ പോരെ. പക്ഷെ അവർ ഓരോ ചക്കയും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്തോരം ഉണ്ടാവും, എന്തോരം ചക്കക്കുരു ആയിരിക്കും അതിനകത്ത്. അതുപോലത്തെ എത്ര ചക്ക ഓരോ സീസണിലും എന്തോരം ഉണ്ടാക്കുന്നു. അങ്ങനെ ഓവർ പ്രൊഡക്ഷനാണ് എല്ലാവരും. ഇപ്പോൾ പട്ടി തന്നെയാണെങ്കിൽ അതിൻ്റെ ജീവൻ നിലനിർത്താൻ വേണ്ടി, മുന്നോട്ട് ജീവിക്കാൻ വേണ്ടി അധികം പട്ടിക്കുഞ്ഞുങ്ങളെ സൃഷ്ടിക്കേണ്ട കാര്യമുണ്ട്. പൂച്ച അതൊക്കെ വർഷാവർഷങ്ങളിൽ 2-3 പ്രസവിച്ച് ഒരു പ്രസവത്തിൽ 3-4-5 കുഞ്ഞുങ്ങൾ വെച്ച് അങ്ങനെ ആവശ്യത്തിൽ കൂടുതൽ ജീവികളാണ് ഉണ്ടായി വരുന്നത്. അതാണ് ഓവർ പ്രൊഡക്ഷൻ എന്ന് ഉദ്ദേശിച്ചേക്കണേ, അല്ലേ? അപ്പോൾ ആ ഓവർ പ്രൊഡക്ഷനുള്ള ജീവികൾ ഉണ്ടാകുമ്പോൾ തന്നെ ഫുഡ് മെറ്റീരിയൽസ് അത്രയും പെരുകില്ല. അപ്പോൾ ഫുഡ് തികയാതെ വരും. അപ്പോൾ സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ് ഉണ്ടാവും. നിലനിൽപ്പിന് വേണ്ടി ജീവജാലങ്ങൾ തമ്മിൽ സമരം നടത്തും, പോരാടും. അതാണ് സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ്. അപ്പോൾ ഈ ജീവികൾ എങ്ങനെ ഉണ്ടാവണ? ജീവികൾക്ക് എല്ലാവർക്കും എല്ലാം, ഇപ്പോൾ പട്ടിക്കുഞ്ഞ് തന്നെയാണെങ്കിലും എല്ലാം പട്ടിക്കുഞ്ഞുങ്ങളാണെങ്കിലും അതിൻ്റെ അവ തമ്മിൽ, ആ കുഞ്ഞുങ്ങൾ തമ്മിൽ ചിലതിന് ചില പ്രത്യേക വ്യത്യാസങ്ങളുണ്ടാവും. അതിനെയാണ് വേരിയേഷൻ എന്ന് പറയുന്നത്. വേരിയേഷൻ. ഇപ്പോൾ വേരിയേഷൻ 2 തരമുണ്ട്. ഫേവറബിൾ വേരിയേഷൻ ഉണ്ട്, അതുപോലെ തന്നെ ദോസ് വിത്ത് അൺഫേവറബിൾ വേരിയേഷനും ഉണ്ട്. കണ്ടോ, ഫേവറബിൾ ഉണ്ട്, അൺഫേവറബിൾ ഉണ്ട്. ദോസ് വിത്ത് നോ ഫേവറബിൾ വേരിയേഷനും ഉണ്ട്, ദോസ് വിത്ത് ഫേവറബിൾ വേരിയേഷനും ഉണ്ട്. അപ്പോൾ അങ്ങനെ 2 ടൈപ്പ് ഉണ്ട്. അപ്പോൾ അൺഫേവറബിൾ വേരിയേഷൻ എന്ന് വെച്ചാൽ ഈ പോരാട്ടത്തിൽ ജയിക്കാൻ പറ്റിയ ഗുണങ്ങളുള്ള ജീവിയാണ് ഫേവറബിൾ വേരിയേഷൻ ഉള്ളത്. ഈ സ്ട്രഗിളിൽ തോറ്റുപോണ തരത്തിലുള്ള ഇതൊക്കെ ഉള്ളതെങ്കിൽ അത് അൺഫേവറബിൾ വേരിയേഷനാണ്. അപ്പോൾ അൺഫേവറബിൾ വേരിയേഷനുള്ള ജീവിക്ക് എന്ത് പറ്റും? അതിന് ഫുഡ് കിട്ടില്ല, അത് നശിച്ചു പോകും, അതിൻ്റെ വംശം അങ്ങനെ തന്നെ നശിച്ചു പോകും. പക്ഷെ ഫേവറബിൾ വേരിയേഷനുള്ള ജീവി ഈ പോരാട്ടത്തിൽ സ്ട്രഗിളിൽ ജയിക്കും. കണ്ടോ, അപ്പോൾ അവൻ നാച്ചുറൽ സെലക്ഷൻ കിട്ടിയവന്, എന്ന് വെച്ചാൽ അവൻ പരീക്ഷയിൽ ജയിച്ചു. അപ്പോൾ നാച്ചുറൽ സെലക്ഷൻ പ്രകൃതി നടത്തുന്ന സെലക്ഷനാണ്. അപ്പോൾ പ്രകൃതി നടത്തിയ, നേച്ചർ നടത്തിയ സെലക്ഷനിൽ അവൻ ജയിച്ചു, അവൻ സർവൈവ് ചെയ്തു, അവൻ്റെ വംശം നിലനിന്നു. കണ്ടോ, അത് കഴിഞ്ഞ് അപ്പോൾ അവന് ഒരു പുതിയ സ്വഭാവം കിട്ടി. മറ്റു പട്ടികൾക്കില്ലാത്ത പുതിയ സ്വഭാവം ഈ സർവൈവ് ചെയ്ത പട്ടികൾക്ക് ഉണ്ടായിരിക്കും, ഒരു പുതിയ സ്വഭാവം. അങ്ങനെ പിന്നെ അവരിങ്ങനെ വളർന്നു പെരുകുന്നു. അതും അവരിങ്ങനെ വളർന്നു വരിക കഴിയുമ്പോൾ ഇനിയും വേറൊരു കേസിൽ അൺഫേവറബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻ വരുന്നു. അപ്പോൾ അതിനകത്തും കുറച്ച് പേർക്ക് പുതിയ ചില വേരിയേഷൻസ് ഉണ്ടാവും, അവർ ജയിക്കും. അങ്ങനെ ഫേവറബിൾ വേരിയേഷൻസ് ആർ ട്രാൻസ്ഫേർഡ് ടു ദ നെക്സ്റ്റ് ജനറേഷൻ. ഇങ്ങനെ പലതരത്തിലുള്ള വേരിയേഷൻ ഒരു ജീവിയിൽ ഉണ്ടായി വരുന്നതോടുകൂടി ആ ജീവി വേറൊരു ജീവിയായിട്ട് മാറുന്നു എന്നാണ് അവിടെ കാണുന്നത്. അപ്പോൾ നിങ്ങൾ ഇത് ഇങ്ങനെ മനസ്സിലാക്കുക. പിന്നെ അതുപോലെ ഇത് നല്ല ഒന്നാന്തരമായിട്ട് ഇതേ ഈ ചാർട്ടിൽ കൊടുത്തിട്ടുണ്ട്, ഈ താഴെ കാണുന്ന തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ. അത് നിങ്ങൾ അങ്ങനെ തന്നെ അങ്ങ് ബൈഹാർട്ട് പഠിച്ചാൽ മതി. ബൈഹാർട്ട് പഠിക്കാൻ ഞാൻ ഈ പറഞ്ഞ പോയിന്റ്സ് അതിനകത്തുണ്ട്. എവരി സ്പീഷീസ് പ്രൊഡ്യൂസസ് മോർ നമ്പർ ഓഫ് ഓഫ് സ്പ്രിങ്സ് ദാൻ ദാറ്റ് ക്യാൻ സർവൈവ് ഓൺ എർത്ത്. ഇതാണ് ഓവർ പ്രൊഡക്ഷൻ. ദേ കോമ്പീറ്റ് വിത്ത് വൺ അനദർ ഫോർ ഫുഡ്, സ്പേസ് ആൻഡ് മെയ്റ്റ്സ്. 3 കാര്യങ്ങളിലാണ്: ഭക്ഷണത്തിന്, അതുപോലെ താമസിക്കാനുള്ള സ്ഥലത്തിന്, ഇണചേരാനൊക്കെ ആയിട്ട് മത്സരം വരും. ദ കോമ്പറ്റീഷൻ ബിക്കംസ് ഹാർഡ് വെൻ ദ നമ്പർ ഓഫ് ഓർഗാനിസംസ് ഈസ് മോർ ആൻഡ് ദ അവൈലബിലിറ്റി ഓഫ് റിസോഴ്സ് ഈസ് ലെസ്. മെനി വേരിയേഷൻസ് ആർ വിസിബിൾ ഇൻ ഓർഗാനിസംസ്. ദീസ് വേരിയേഷൻസ് മേ ബി ഫേവറബിൾ ഓർ അൺഫേവറബിൾ. അങ്ങനെ ഇതങ്ങ് പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഡാർവിൻ്റെ തിയറി എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഈ ബോക്സിൽ കിടക്കുന്ന വിവരങ്ങൾ ബൈഹാർട്ട് ചെയ്യുക വഴി നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത ഭാഗത്തോട്ട് പോകുമ്പോൾ ഡാർവിന് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഈ തിയറി കൊണ്ടുവരാൻ പറ്റിയെങ്കിലും ഡാർവിന് അന്നത്തെ കാലത്ത് സയൻസ് മൈക്രോസ്കോപ്പൊന്നും കണ്ടുപിടിച്ചിട്ടില്ല. സെല്ലിൻ്റെ അത് എന്താ ഒരു കാര്യങ്ങളും കുറിച്ചും ധാരണയില്ല. അപ്പോൾ ഡാർവിനോട് ആളുകൾ ഒരു ചോദ്യം ചോദിച്ചു, എങ്ങനെയാണ് ഈ വേരിയേഷൻ ഉണ്ടാവുക? അപ്പോൾ വേരിയേഷൻ ഉള്ളത് ഫേവറബിൾ വേരിയേഷൻ വന്നുകൊണ്ടാണല്ലോ ജീവികൾ നിലനിന്നത്. അപ്പോൾ എങ്ങനെ വേരിയേഷൻ ഉണ്ടാവുമെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് അന്നത്തെ കാലത്ത് വേരിയേഷൻ എങ്ങനെ ഉണ്ടാവണമെന്ന് അറിയില്ല. കാരണം അന്നത്തെ കാലത്ത് ഈ സ്വഭാവങ്ങളൊക്കെ ജീനുകൾ വഴിയാണ് കൈമാറ്റം ചെയ്യപ്പെടുന്ന, ക്രോമസോം ഇങ്ങനെയുള്ള ആശയങ്ങളൊന്നും അന്ന് കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഡാർവിൻ്റെ തിയറിക്ക് ചില കാര്യങ്ങളിൽ അന്നത്തെ കാലത്ത് ഉത്തരം കണ്ടെത്താൻ പറ്റിയില്ല. അപ്പോൾ പിന്നീട് ഈ ജെനറ്റിക്സും സൈറ്റോളജിയും ജിയോളജിയും ഒക്കെ ആ ശാസ്ത്രങ്ങളൊക്കെ വികസിച്ച് വന്നു കഴിഞ്ഞപ്പോൾ ഡാർവിൻ പറഞ്ഞ പല കാര്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ഇന്ന് വിശദീകരിക്കാൻ പറ്റുമെന്ന് ആര് പറയുന്നു? ഈ സയൻറ്റിസ്റ്റുകൾ പറയുന്നു. അപ്പോൾ അവർ ഡാർവിൻ്റെ തിയറിയെ കുറച്ചും കൂടെ പരിഷ്കരിച്ചു.
അങ്ങനെ ഡാർവിൻ്റെ തിയറിയെ ഇന്നുള്ള ആളുകൾ പരിഷ്കരിച്ച് പുതിയ പുതിയ കാര്യങ്ങളൊക്കെ അതിനോട് കൂട്ടിച്ചേർത്തു. അങ്ങനെ കൂട്ടിച്ചേർത്ത കാര്യങ്ങളൊക്കെ വെച്ച് ഇപ്പോൾ അങ്ങനെ അതിനെ ഡാർവിൻ്റെ സ്വന്തം സംഭാവനയല്ലല്ലോ, അതുകൊണ്ട് അതിനെ നിയോ ഡാർവിനിസം എന്ന് പറയുന്നത്. ഇപ്പം നിയോ ഡാർവിനിസം എന്ന് വെച്ചാൽ എന്താണെന്ന് കണ്ടല്ലോ. ഡാർവിനിസം വാസ് റിവൈസ്ഡ് ഇൻ ദ ലൈറ്റ് ഓഫ് ന്യൂ ഇൻഫോർമേഷൻസ് ഫ്രം ദ ഫീൽഡ് ഓഫ് ജെനറ്റിക്സ്, സൈറ്റോളജി, ജിയോളജി ആൻഡ് പാലിയൻറ്റോളജി. പാലിയൻറ്റോളജി എന്ന് വെച്ചാൽ സയൻസ്, ഫോസിൽ സയൻസ് ആണ്, ഫോസിലുകളെ കുറിച്ചുള്ള സ്റ്റഡിയാണ്. അല്ലെ, ജിയോളജി ഭൂമിയെക്കുറിച്ചുള്ള സ്റ്റഡിയാണ്, സൈറ്റോളജി സെല്ലിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ്, ജെനറ്റിക്സ് ജീനുകളെ കുറിച്ചുള്ള സ്റ്റഡിയാന്നൊക്കെ നിങ്ങൾക്ക് അറിയാം അല്ലെ, പാരമ്പര്യത്തെക്കുറിച്ചൊക്കെ. ദിസ് മോഡിഫൈഡ് വെർഷൻ ഓഫ് ഡാർവിനിസം ഈസ് നോൺ ആസ് നിയോ ഡാർവിനിസം. അപ്പോൾ ഡാർവിൻ്റെ തിയറിയെ ഇന്നത്തെ ആധുനികമായ കണ്ടെത്തലുകളുടെ വെളിച്ചത്തിൽ ഒന്നുകൂടെ റിവൈസ് ചെയ്തിരിക്കുന്നതാണ് നിയോ ഡാർവിനിസം. അപ്പോൾ ഡാർവിൻ്റെ തിയറി അനുസരിച്ച് എങ്ങനെ വേരിയേഷൻസ് ഉണ്ടായെന്ന് ഡാർവിന് പറയാൻ പറ്റിയില്ല. അപ്പോൾ ആ വേരിയേഷൻ എങ്ങനെ ഉണ്ടായെന്ന് പറയാൻ വേണ്ടി ഒരു പുതിയ തിയറി പിന്നെ വന്നു, ഹ്യൂഗോ ഡ്യൂറിസിൻ്റെ തിയറി. അപ്പോൾ ഡാർവിൻ്റെ തിയറിയോടുകൂടെ ഹ്യൂഗോ ഡ്യൂറിസിൻ്റെ തിയറികളെ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ജീവജാലങ്ങൾ പലതരത്തിലുണ്ടായെന്നുള്ളതിന് ഒരു വിശദീകരണം കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഹ്യൂഗോ ഡ്യൂറിസിൻ്റെ തിയറിയുടെ പേരാണ് മ്യൂട്ടേഷൻ തിയറി.